ഹലോ ഗൈസ്, ഞാൻ തിരിച്ച് നാട്ടിലെത്തി കേട്ടോ. നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഓടി ചെന്നത് മത്തന്റെ വള്ളി എന്തായി അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് മഴ പെയ്തിട്ട് ചീഞ്ഞ് പോയോ ഇല്ലയോ എന്ന് അറിയില്ല. വിളിക്കുമ്പോൾ അച്ഛനോട് ചോദിക്കുക എങ്ങനെയുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഓടി വന്ന് വെച്ചപ്പോ മത്തൻ വള്ളി കഥയും ഷാറോടുണ്ട്. പക്ഷെ എന്നാലും വെള്ളം കിട്ടോ, ചീഞ്ഞ് പോവോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഇത്രയും കാലമായിട്ടും ഇത്രയും മഴ പെയ്തിട്ടും വലിയ കോട്ടം തട്ടിയിട്ടില്ല. എന്നാലും എവിടൊക്കെയോ മത്തന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. മത്തന്റെ വെള്ളത്തിൽ കിടന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ ചീഞ്ഞ് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒന്നല്ല അതൊന്നും നോക്കാതെ നമുക്ക് വേണ്ട മത്തന്റെ ഇല രാവിലെ തന്നെ ഞാൻ വന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ആമ്പൂവും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഓരോ മത്തനും കിടപ്പുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ മത്തന്റെ ഇലക്ക് കമ്പിടിക്ക് വേണ്ടിയിട്ട് ഒരു വെണ്ടയുടെ നല്ല നല്ല വെണ്ട എന്ന് പറയില്ല, അത്യാവശ്യം നീളത്തിലുണ്ടാവുന്ന വെണ്ട ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു തൈ മുളച്ചിട്ട് കേട്ടോ. അതുണ്ടായാലും തന്നെ ചുമ്മാ ഉണ്ടായാലും അത്യാവശ്യം നന്നായിട്ടുണ്ടാവും കേട്ടോ. കഴിഞ്ഞ നമ്മൾ പറമ്പിലുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ വെണ്ടക്ക ഉണ്ടായി കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇലയൊക്കെ പറിച്ചുകൊണ്ട് ഞാൻ നേരെ അകത്തോട്ട് നന്നായി എന്നെ കഴുകിയെടുത്തിട്ടോ. കാരണം മഴ പെയ്ത കാരണം തന്നെ മണ്ണ് നന്നായിട്ട് ഇലയിലോട്ട് തെറിച്ചിട്ടുണ്ടായിട്ട് നമ്മൾ എത്ര കഴുകിയാലും മണ്ണ് പോവാത്തൊരു ഫീൽ തോന്നിയിട്ട് പിന്നെയും കഴുകി കഴിഞ്ഞ് ഞാനാണ് ഇതിന്റെ പ്രാവശ്യം ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ മത്തൻ്റെ ഒക്കെ അറ്റം മുറിച്ചിട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ എന്താ പറയാമെന്ന് അറിയില്ല, എന്നാലും ഞാനത് പറിച്ചെടുത്തു. അങ്ങനെ ഇതുവരെ പറിച്ചിട്ട് നമ്മൾ നല്ല ഇല നോക്കിയിട്ട് മാത്രമേ പറിക്കാറുള്ളൂ. ഞാനാണെങ്കിൽ തുമ്പന്റെ ഇത് പറിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് കുഞ്ഞാക്കി അരിഞ്ഞെടുത്തിട്ടോ മത്തന്റെ ഇലയിട്ട് കൊടുത്തിട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു മുറി കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് തേങ്ങയും മുളകും കൂടി ചതച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തു. എനിക്ക് എങ്ങനെയാലും ജസ്റ്റ് കഞ്ഞിവെള്ളത്തിലായാലും മത്തന്റെ ഇല മാറ്റിയിട്ട് നമ്മൾ ചോറിനല്ലോ, അതായാലും ഭയങ്കര ഇഷ്ടം. മത്തന്റെ ഇല എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എന്റെ ഗൈസ് ഒന്നും പറയണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ എനിക്കറിയാം ഇത് ചോറ്റുപാത്രത്ത് നോക്കുമ്പോ ചോറാണ് കൂടുതൽ, മത്തന്റെ ഇലയാണ് കൂടുതൽ കേട്ടോ. അപ്പോ ഇഷ്ടം കൊണ്ടാണ് ഇത്രയും കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറെടുത്തു, പിന്നെ ചൂടുള്ള നല്ല നാടൻ മത്തിക്കറിയുണ്ട്, പിന്നെ കേട്ടോ നമ്മളെ മത്തന്റെ ഇല തോരനും. അങ്ങനെ അതും കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ്. പിന്നെ പുറത്ത് നല്ല മഴയാണല്ലോ, ആ മഴത്ത് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് വർക്ക് ചെയ്യണമെങ്കിലും അവിടുന്ന് കഴിക്കണേക്കാളും ഒരു ഉപ്പും മുളകും എടുത്ത് ചോറായാൽ പോലും നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിനും ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യണവർക്ക് പറഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലാവും വീട്ടിലെ ഫുഡും അവിടുന്ന് കഴിക്കുന്ന ഫുഡും തമ്മിലുള്ള വ്യത്യാസം. അവിടുന്ന് നല്ല ടേസ്റ്റ് ഫുഡ് കിട്ടും, പക്ഷെ എന്നാലും വീട്ടിലെ ഭക്ഷണം ഉണ്ടല്ലോ, വീട്ടിലെ ഭക്ഷണം അത് ഒരു രക്ഷയില്ലാത്ത തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് വയറ് നിറയെ ചോറൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ, പുതിയ പുതിയ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും വരും. ഞാൻ നാട്ടിലുള്ളതുകൊണ്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കേട്ടാ ബൈ.